നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും ദിസ് കീവേഡുമാണ്. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു കൺസ്ട്രക്ടർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് പാരാമീറ്റേഴ്സ് കാണും. അതിനെയാണ് നമ്മൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. കൂടാതെ ദിസ് കീവേഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. ദിസ് എന്ന് പറയുന്ന ഒരു കീവേഡാണ്. അതിന് പ്രീ ഡിഫൈൻഡ് മീനിങ് ഉണ്ട്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറൻറ്റ് ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടിയാണ്. കൂടാതെ ഇൻസ്റ്റൻസ് വേരിയബിളിനെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിലേക്ക് റെഫർ ചെയ്യാനും ഇത് യൂസ് ചെയ്യും. ഈ രണ്ട് ഫീച്ചേഴ്സും എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അതിന് നിങ്ങളൊരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, ന്യൂ ജാവ ക്ലാസ്. ആ ക്ലാസ്സിൻ്റെ പേര് ഫീഡ് എന്നാണ്. ഈ ക്ലാസ്സിൽ എൻ്റെ മെയിൻ മെത്തേഡ് ഞാൻ ആഡ് ചെയ്യുന്നു. എൻ്റെ മെയിൻ മെത്തേഡ് ഞാൻ ആഡ് ചെയ്തു. അതുപോലെ ഞാൻ മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ആ ക്ലാസ്സിൻ്റെ പേര് ഫുഡ് എന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ രണ്ട് പ്രൈവറ്റ് ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആണ് എനിക്ക് വേണ്ടത്. ആ വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. പ്രൈവറ്റ് ഇൻറ്റ് ഐറ്റംസ്, പ്രൈവറ്റ് ഇൻറ്റ് റേറ്റ്സ്. എനിക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഐറ്റംസിനെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഔട്ട്പുട്ട് കിട്ടണം. ഇതാണ് എനിക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ യൂസ് ചെയ്യേണ്ടത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറാണ്. ഈ ഒരു കൺസ്ട്രക്ടർ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു? ക്ലാസ് നെയിം യൂസ് ചെയ്തിട്ടാണ്. കൺസ്ട്രക്ടറിൻ്റെ നെയിമും ക്ലാസ് നെയിമും സെയിം ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യേണ്ടത്? കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ഞാൻ കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്തു. അതുപോലെ തന്നെ പാരാമീറ്ററൈസ്ഡ് ആണ്, അതുകൊണ്ട് അതിൻ്റെ അകത്ത് പാരാമീറ്റേഴ്സ് സ്പെസിഫൈ ചെയ്യണം. ഞാൻ അതിൻ്റെ അകത്ത് രണ്ട് പാരാമീറ്റേഴ്സ് കൊടുക്കുന്നു. ഐറ്റംസ് ഇൻറ്റ് റേറ്റ്സ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യേണ്ടത് എൻ്റെ രണ്ട് ഇൻസ്റ്റൻസ് വേരിയബിൾസ് ഉണ്ട്, ഐറ്റംസും റേറ്റ്സും. ഇതിനെ എൻ്റെ കൺസ്ട്രക്ടറിലേക്ക് റെഫർ ചെയ്യുക ചെയ്യേണ്ടത്. ഇതിന് ഞാൻ യൂസ് ചെയ്യുന്ന കീവേഡാണ് ദിസ് കീവേഡ്. ദിസ് ഡോട്ട് ഐറ്റംസ് ഈസ് ഈക്വൽ ടു ഐറ്റംസ്. ഈ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇത് പാരാമീറ്ററാണ് ഈ ഐറ്റം റെഫർ ചെയ്തിരിക്കുന്നത്. എൻ്റെ ക്ലാസ്സിലെ ഇൻസ്റ്റൻസ് വേരിയബിളിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ദിസ് യൂസ് ചെയ്യണം. അതായത് കറണ്ട് ക്ലാസ്സിലെ ഇൻസ്റ്റൻസ് വേരിയബിളിനെയാണ് ഞാൻ ഇങ്ങോട്ട് അസൈൻമെൻറ്റിനായിട്ട് ചൂസ് ചെയ്യുന്നത്. അതാണ് ഈ ഐറ്റംസ്. പക്ഷേ രണ്ടിനും സെയിം നെയിമാണ്, സെമിക്കോളൻ. ഇനി എനിക്കൊരു മെത്തേഡാണ് വേണ്ടത്. ആ മെത്തേഡ് ഡിസ്പ്ലേ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. വോയിഡ് ഡിസ്പ്ലേ ഡീറ്റെയിൽസ്. അതിൽ സോർട്ട് ചെയ്യുന്നു. എന്താണ്? ഐറ്റംസ് ഇൻറ്റു റേറ്റ്സ്. ഓക്കെ, അതായത് ഇനി എൻ്റെ ക്ലാസ് ഫുഡ് എന്ന് പറയുന്ന ക്ലാസ് ഞാൻ ഡിഫൈൻ ചെയ്തു അല്ലേ. അതിൻ്റെ അകത്ത് വേരിയബിൾസിനെ ഞാൻ കൊണ്ടുപോകുന്നു. ആ വേരിയബിൾസിനെ ഞാൻ റെഫർ ചെയ്തു. ഇൻസ്റ്റൻസ് വേരിയബിൾസിനെ ഞാൻ റെഫർ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനുള്ള ഒരു മെത്തേഡും ഡിഫൈൻ ചെയ്തു. ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇനി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഞാൻ ചെയ്യേണ്ടത്. അതിനായിട്ട് ഫുഡ് ഈക്വൽസ് ന്യൂ ഫുഡ്. ഓക്കെ, ഇവിടെയാണ് യഥാർത്ഥത്തിൽ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിൻ്റെ യൂസ് വരുന്നത്. അതായത് ഇതിലേക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഡാറ്റ പാസ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ ഐറ്റംസ് കൊടുക്കണം. നമ്പർ ഓഫ് ഐറ്റംസ് എത്രയാണെന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. ഇവിടെ ഞാൻ കൊടുക്കേണ്ട എന്താണ്? ഐറ്റംസ് ആണ്.
അതുപോലെ തന്നെ അടുത്ത സെക്ഷനിൽ എന്താണ് കൊടുക്കേണ്ടത്? റേറ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും? ഐറ്റംസ് ആയിട്ട് ഞാൻ എന്തായിരിക്കും കൊടുക്കേണ്ടത്? എൻ്റെ ഐറ്റംസിൽ വരുന്ന വാല്യൂ ഏതാണോ അതാണ് കൊടുക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള വാല്യൂ ഇവിടെ ഇപ്പോൾ 5 ഐറ്റംസ് ആണുള്ളത്. അപ്പം അവിടെ ഐറ്റംസ് 5 ആണ്. ഇനി റേറ്റ് ആണ്. ഓരോ ഐറ്റത്തിൻ്റെ റേറ്റ് 10 ഞാൻ കൊടുക്കുന്നു. ഓക്കെ. ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വാല്യൂ ഞാൻ അതിലേക്ക് പാസ് ചെയ്തു. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആയതുകൊണ്ടാണ് എനിക്ക് ഇത് ചെയ്യാൻ സാധിച്ചത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഫുഡ് ഡോട്ട് എൻ്റെ മെത്തേഡിനെ ഞാൻ കോൾ ചെയ്യുന്നു. ഓക്കെ. ഇനി നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാം. Ctrl+R പ്രസ് ചെയ്യാം. ഓക്കെ. എനിക്ക് 10 × 5 ആണ് 50 എന്ന് കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ ഈ പ്രോഗ്രാം ചെയ്ത് നോക്കുക.